ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരുടെ കുടുംബത്തിന്റെ ശാപത്തിലേക്ക് എനിക്ക് എന്റെ മോളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവസാന നിമിഷമെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം എന്റെ മുന്നിൽ വന്ന് പെടും. ഞാനത് ഉപയോഗിക്കും. ഈ വിവാഹം ഞാൻ മുടക്കിയിരിക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ. അപ്പോ നാളെ രാവിലെ ഉദ്ഘാടന സമയത്ത് കാണാം. ആ ഓക്കെ മാഡം. എന്താടി നീ ഇങ്ങനെ ഇരിക്കുന്നേ? നാളെ മരണത്തിന് പോണ്ടേ? മരണോ? നാളെ ഫാക്ടറി ഉദ്ഘാടനമല്ലേ? അതാ ചോദിച്ചേ, മരണത്തിന് പോണ്ടേന്ന്. നാളെ ഗാഥാ ശ്രീനിവാസന്റെ മരണത്തിന്. എല്ലാം റെഡിയായി. നാളെ നേരം വെളുത്ത് ആ മുഹൂർത്തം ഒന്ന് എത്തണം. അവൾ ആ ലിവർ ഒന്ന് തൊടണം. കളരിക്കൽക്കാരുടെയും സിത്താര ശ്രീനിവാസന്റെയും മുന്നിൽ വെച്ച് ഗാഥയങ്ങ് പെടഞ്ഞു തീരണം. അങ്ങനെ സംഭവിച്ചാ നാളെ ഞാനും നവീനും തമ്മിലുള്ള വിവാഹത്തിന്റെ തീയതി തീരുമാനിക്കോ? എടി, മഹാപാപം ചെയ്താലും ഇത്തിരി മനുഷ്യത്വം കാണിക്കണം. ഒരു മരണം നടക്കാൻ പോവല്ലേ, അതിന്റെ ശവടക്ക് വരെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? ആദ്യം ആഘോഷമായി ആ ശവടക്ക് നടത്തണം. അത് കഴിഞ്ഞ് അതിന്റെ 10 ഇരട്ടി ആഘോഷമായി നവീന്റെയും നിന്റെയും കല്യാണം ഉറപ്പിക്കണം. കേൾക്കാൻ രസമുണ്ട്. പക്ഷെ ആരെങ്കിലും അറിഞ്ഞ കളരിക്കൽ തറവാട്ടിൽ പിന്നെ നമുക്ക് സ്ഥാനം ഉണ്ടാവില്ല. ആരും അറിയില്ല, ആരും ശ്രദ്ധിക്കാനും പോന്നില്ല. പാവം പെങ്കൊച്ച് വഴിതെറ്റി നവീന്റെ മുന്നിലേക്ക് വരാനേ അവക്ക് കഴിഞ്ഞോളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ചാകാനുള്ള യോഗം അവളുടെ ജാതകത്തിലുണ്ടെങ്കിലേ അതെങ്ങനെയെങ്കിലും തെരഞ്ഞു കണ്ടുപിടിക്കണ്ടേ? കൊന്നിട്ടായാലും നേടിത്തരുമെന്ന് നിന്നോട് അമ്മ പറഞ്ഞില്ലേ? ഇപ്പൊ നിനക്കത് വിശ്വാസമായോ? അമ്മ എനിക്ക് വിശ്വാസ. അമ്മ പറയുന്നതൊക്കെ എനിക്ക് വിശ്വാസ. തങ്ക ഇതൊന്ന് നോക്കി. സിത്താര മാഡത്തിന്റെ കൂടെ നിൽക്കുന്നത് തങ്കം തന്നെയല്ലേ? ഈ ഫോട്ടോയുടെ രഹസ്യം എന്താണെന്ന് തങ്ക എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാനിത് കൃഷ്ണയെ കാണിക്കും. ഇത്രയും കാലം എന്റെ അച്ഛൻ ആരാന്ന് അമ്മ പറഞ്ഞിട്ടില്ല. ഈ ഫോട്ടോയിലുള്ളതാണോ എന്റെ അച്ഛൻ? മമ്മി, കൊള്ളാമോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഗാഥ മാഡം എവിടെ ചെന്നാലും നമ്പർ 1 ആയിരിക്കണം എന്നാണല്ലോ സിത്താര മാമിന്റെ ആഗ്രഹം. ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ മാം? നിസ്സാര കാര്യത്തിനല്ലല്ലോ ഞാൻ പോകുന്നത്. ഇനി മുതൽ അങ്ങോട്ട് കളരിക്കൽ കുടുംബത്തിന്റെ വളർച്ചയൊക്കെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കമ്പനിയുടെ പേരിലല്ലേ അറിയപ്പെടാൻ പോകുന്നത്. അത് സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഞാനല്ലേ? മമ്മിയുടെ ദൈവങ്ങളെയൊക്കെ ഒന്ന് കൂട്ടുപിടിച്ചോണം. പുതിയ കമ്പനി എല്ലാവരും ഒന്ന് ഞെട്ടിക്കണം. മമ്മിയുടെ മോളുടെ പേര് എല്ലാവരും എപ്പോഴും പറയണം. ആ പിന്നെ വിവാഹത്തിന്റെ ഡേറ്റ് കൂടി തീരുമാനിക്കല്ലേ? അപ്പോ ഈ ഡ്രസ്സാ നല്ലത്. അതാണല്ലോ അതിന്റെ ഒരു പാരമ്പര്യം അല്ലേ മമ്മി? മമ്മി എന്താ ഒന്നും മിണ്ടാത്തത്?
ഏയ് നത്തിങ്. ഇനി മോക്കെന്തെങ്കിലും റെഡിയാവാനുണ്ടോ? പിന്നെ ഒരു ഫൈനൽ ടച്ച് കൂടി ബാക്കിയുണ്ട്. മമ്മിയുടെ ഒരു ഒപ്പീനിയൻ അറിഞ്ഞിട്ട് നേരെ അതിനങ്ങ് കയറാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഓക്കെ, ജസ്റ്റ് 2 minutes. ഞാനിപ്പോ വരാം. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്നെടുക്കാൻ പോകുന്നത് വിവാഹത്തിന്റെ തീയതിയാണ്. പക്ഷേ എനിക്കതെന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കുന്ന തീയതിയാണ്. മാം, ഇനി ഇതൊന്ന് മുടക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ട സിനി? മാം, ഇനി എന്തെങ്കിലും പറഞ്ഞ് നവീനിൽ നിന്ന് ഗാഥാ മാഡത്തെ പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ ഗാഥാ മാഡത്തിന് മാമിനോട് ഇഷ്ടക്കുറവുണ്ടാവും. ചിലപ്പോ മാഡത്തെ ധിക്കരിച്ച് ഗാഥാ മാഡം നവീന്റെ കൂടെ പോയെന്നും വരാം. അത് അപകടമാണ്. പക്ഷെ എനിക്കെന്റെ മോളെ വേണം സിനി. അവരുടെ കുടുംബത്തിന്റെ ശാപത്തിലേക്ക് എനിക്ക് എന്റെ മോളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവസാന നിമിഷമെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം എന്റെ മുന്നിൽ വന്ന് പെടും. ഞാനത് ഉപയോഗിക്കും. ഈ വിവാഹം ഞാൻ മുടക്കിയിരിക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ. മോളെ മോളെ ഇങ്ങ് വന്നേ. എന്താ ഗോപാലേട്ടാ? തങ്ക എവിടെയാ? അമ്മ കിടക്കുക. ഓ മോളെ, കൃഷ്ണയെ ഒന്ന് വിളിച്ചോണ്ട് വന്നേ. ഒരു കാര്യം പറയാനുണ്ട്. പോയി വിളിച്ചോണ്ടാ മോളെ, വിളിച്ചോണ്ട് വാ. കൃഷ്ണേ, എന്താ? നിന്നെതയാ ദുബായ് മാമ വിളിക്കുന്നുണ്ട്. എവിടെ? അവിടെ വഴിയിൽ നിക്ക. അതെന്താ മാമനിങ്ങോട്ട് കേറി വരാത്തെ? എനിക്കറിഞ്ഞൂടാ. മട്ടും ഭാവവും കണ്ടിട്ട് എന്തോ രഹസ്യം പറയാനെന്നാ തോന്നുന്നേ. എന്ത് രഹസ്യം? നീ വന്നേ, വാ. എന്താ മാമ? അതെ, രഹസ്യമായിട്ടൊരു വിവരം കിട്ടി. നമ്മുടെ ആ കരിക്ക് കച്ചവടം നടത്തുന്ന സുധീറില്ലേ, അവൻ പറഞ്ഞതാ സുന്ദരി സിറ്റിയിലുണ്ടെന്ന്. ഇപ്പൊ പുറപ്പെടുകയാണെങ്കിൽ ചെന്ന് അവളെ കൈയോടെ പിടിക്കുകയും ചെയ്യാം, അവളെ നിന്ന് കാശും വാങ്ങിക്കാം. ഗോപാലൻ മാമ, ഇപ്പൊ അമ്മയോട് പറഞ്ഞാല് അമ്മ സമ്മതിക്കുമെന്നറിയില്ല. സമ്മതിപ്പിക്കണം. അമ്മയോട് ചോദിച്ച അനുവാദം വാങ്ങി കവലയിൽ വന്ന് നിന്നാ മതി. ഞങ്ങൾ അവിടെ നിന്ന് കൂട്ടിക്കോളാം. വേഗം ചെല്ല്. അല്ല, അമ്മ എന്തിനാ മാമനോട് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞില്ലല്ലോ? അതെ, ഞാൻ മോളുടെ അച്ഛനെ കുറിച്ച് ചോദിച്ചു. തങ്കത്തിനത് പിടിച്ചില്ല, അത്രേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോഴും അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു. ചോദിച്ചത് തെറ്റായി പോയെന്ന് എനിക്കും തോന്നി. അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. എന്നിട്ട് അമ്മയെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പാടുണ്ടോ?